CCTV വാർത്തയിലേക്ക് സ്വാഗതം. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. രാവിലെ ഡയാലിസിസിനെ കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ൽ പരം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1977-ൽ P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെ സിനിമയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് 1984-ൽ ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയുടെ തിരക്കഥാകൃത്തെന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു. വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ സിനിമകളുടെ സംവിധാനവും നിർവഹിച്ചു. മികച്ച കഥ, മികച്ച തിരക്കഥ, മികച്ച ചിത്രം, മികച്ച ജനപ്രിയ സിനിമ എന്നീ വിഭാഗങ്ങളിലടക്കം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. ശ്രീനിവാസന്റെ സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടത്തും. ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 3 വരെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. BJP CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകനായ കാണിപ്പയ്യൂർ വെള്ളത്തേരിൽ വീട്ടിൽ 49 വയസ്സുള്ള കൃഷ്ണകുമാർ, BJP പ്രവർത്തകനായ കാണിപ്പയ്യൂർ കരുമത്തിൽ വീട്ടിൽ 45 വയസ്സുള്ള ബിനു എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. നാട്ടിൽ കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ചർച്ചയാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. എന്നാൽ BJP അനുഭാവിയായിരുന്ന കൃഷ്ണകുമാർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി പങ്കെടുത്തുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM പ്രവർത്തകർ ആരോപിച്ചു. സോഡാക്കുപ്പി കൊണ്ടുള്ള അടിയിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാറിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ബിനുവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പുന്നയൂരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന രഹസ്യ ഐ ഗ്രൂപ്പ് യോഗത്തിൽ ഉന്തും തള്ളും. എടക്കഴിയൂർ തഹാനി മീറ്റിംഗ് സെന്ററിൽ നടന്ന രഹസ്യ യോഗത്തിലേക്ക് മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു പറ്റം പ്രവർത്തകർ കടന്നുവന്നതാണ് ഗ്രൂപ്പ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഉന്തും തള്ളലിൽ കലാശിക്കുകയുമായിരുന്നു. പൊന്നിയൂർകുളം ചമ്മനൂർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ 32ാമത് വാർഷികാഘോഷം ഡിസംബർ 23-ന് വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് ആരംഭിക്കുന്ന പരിപാടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ഫാസിൽ അലി ഉദ്ഘാടനം ചെയ്യും. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഷംല ഹംസ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ നാലകത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അലി പഷ്ണത്തയിൽ മുഖ്യപ്രഭാഷണം നടത്തും. IP അബ്ദുൾ റസാഖ്, അബ്ദുൾ റഹ്മാൻ കുന്നുംകാട്ടിൽ, PTA പ്രസിഡന്റ് ഷഹീർ, വാർഡ് മെമ്പർമാരായ ഹസൻ തളികശ്ശേരി, ദേവകി ശ്രീധരൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ് എന്നിവർ പങ്കെടുക്കും. 800-ഓളം വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അലി പഷ്ണത്തയിൽ, A ബക്കർ, ഹുസൈൻ ചെറുവത്തൂർ, അബ്ദുൾ ഗഫൂർ നാലകത്ത് എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ 1, 28, 32, 33 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയാഘോഷം നടന്നു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C ഗോപപ്രതാപൻ, TM ഷാജി, ബ്രജിത പ്രദീപ്, തനുജ ഷാഫി എന്നിവരുടെ വിജയാഘോഷം ജാനി വളവിൽ നിന്ന് ആരംഭിച്ച് പുത്തൻകടപ്പുറം സെന്ററിൽ സമാപിച്ചു. വർണ്ണക്കാവടി, വാദ്യമേളങ്ങൾ, ദഫ്മുട്ട്, കോൽക്കളി എന്നിവയുടെ അകമ്പടിയോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പാർട്ടി പ്രവർത്തകർ അണിചേർന്നു. UDF ഭാരവാഹികളായ HM നൌഫൽ, ആലിപ്പരി പ്രദീപ്, അസ്മത് അലി, MS മുസ്തഫ, ആലുങ്ങൽ മൊയ്തീൻ ഷാ, ആലുങ്ങൽ ദേവൻ, ചിന്നക്കൽ മുഹസിൻ, ചാലിൽ ബഷീർ, രാമി അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രിസ്മസിനെ വരവേൽക്കാൻ പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ വർണ്ണാഭമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശ്വാസികൾക്ക് ദൃശ്യാനുഭവം ഒരുക്കി 50 അടിയോളം ഉയരമുള്ള ഭീമൻ ക്രിസ്മസ് നക്ഷത്രം, വിവിധതരം ലൈറ്റുകൾ, മനോഹരമായ ക്രിസ്മസ് ട്രീ എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ വർഷം ക്രിസ്തീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനായി പ്രത്യേക ക്രിസ്മസ് കരോൾ സർവീസും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. ഇടവക വികാരി ഫാദർ അനു ഉമ്മന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളിൽ ഇടവകാംഗങ്ങളും പ്രദേശവാസികളും സജീവമായി പങ്കാളികളാകുമെന്ന് ഇടവക ട്രസ്റ്റി ജസ്റ്റിൻ പോൾ, ഇടവക സെക്രട്ടറി വർഗീസ് തമ്പി എന്നിവർ അറിയിച്ചു. വെള്ളാറ്റഞ്ഞൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളാറ്റഞ്ഞൂർ ചെറുപുഷ്പാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി.
ഹെൽത്ത് സെന്റർ ഇൻചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CM ശ്രുതി, സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് ശങ്കരൻകുട്ടി, MF ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. അമല ആശുപത്രി RHTC വെള്ളാറ്റഞ്ഞൂരിന്റെ കീഴിലാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ആഴ്ചതോറുമുള്ള കൂടിച്ചേരലും കലോത്സവങ്ങളും വിനോദയാത്രയും വായിക്കുവാനായി അക്ഷരക്കൂട്ട് ഗ്രന്ഥശാലയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രദേശത്തെ 42 മുതിർന്നവരാണ് കൂട്ടായ്മയിലുള്ളത്. സ്നേഹത്തിന്റെയും കരുതലിന്റെയും സന്ദേശവുമായി പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂൾ വിദ്യാർത്ഥികൾ അഭയഭവനിലെത്തി. ക്രിസ്തുമസ് സമ്മാനപ്പൊതികളുമായി എത്തിയ സാന്താക്ലോസിനെയും വിദ്യാർത്ഥികളെയും അധ്യാപകരും കോട്ടപ്പടി അഭയഭവൻ ഡയറക്ടറും അന്തേവാസികളും ചേർന്ന് സ്വീകരിച്ചു. കേക്ക് മുറിച്ചും കരോൾ ഗാനങ്ങൾ ആലപിച്ചും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും വിദ്യാർത്ഥികളും അന്തേവാസികളും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. വിദ്യാർത്ഥികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും കൈമാറി. സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക് ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, സ്കൂൾ പ്രധാനാധ്യാപകൻ ജെയ്ബ്ലസ് ജോർജ് എന്നിവർ ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, KTCC പോൾ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജ് NSS യൂണിറ്റ് ജീവിതമാണ് ലഹരി എന്ന പേരിൽ തെരുവ് നാടകം സംഘടിപ്പിച്ചു. തിപ്പിലശ്ശേരിയിലെ കസ്തൂർബ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. NSS വളണ്ടിയേഴ്സാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും അഭിനേതാക്കളും. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ പഴഞ്ഞി കരിയാമ്പ്ര യൂണിറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വില്ലേജ് സെക്രട്ടറി KK സുനിൽകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. CPM ബ്രാഞ്ച് സെക്രട്ടറി പുഷ്പലത ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സുരേഖ മധു സ്വാഗതവും ലീല ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് CPM കാട്ടകമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ചിറക്കൽ സെന്ററിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്നു നടന്ന പ്രതിഷേധ യോഗത്തിന് CK സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജ്, കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കൊളത്തേരി എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൂവത്തൂരിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ആഷിഖ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. BR സന്തോഷ്, CF രാജൻ, RA അബ്ദുൾ ഹക്കീം, കൃഷ്ണൻ തുപ്പത്ത്, തുളസി രാമചന്ദ്രൻ, ലതി വേണുഗോപാൽ, ആനി ജോസ്, ശ്രീബിത ഷാജി, സതി കൃഷ്ണൻ, KK മനോജ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 213 രൂപ. ചിറ്റാട്ടുകര വടുക്കൂട്ടുഞ്ഞാറയിൽ കുര്യൻ ഭാര്യ വത്സ നിര്യാതയായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ആൻസി, അഞ്ജു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.